2024 പുറത്തിറങ്ങിയ ബിഗ് ഡോഗ്സ് എന്ന റാപ്പ് സോങ്ങിലൂടെ ലോകത്തിൽ തന്നെ പ്രസിദ്ധിയാർജിച്ച റാപ്പറാണ് ഹനുമാൻ കൈൻഡ്. ഹനുമാൻ കൈൻഡിൻ്റെ ഏറ്റവും പുതിയ റാപ്പ് സോങ്ങാണ് റൺ ഇറ്റ് അപ്പ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയാണ് റൺ ഇറ്റ് അപ്പ് എന്ന റാപ്പ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയോധന കലകളെ കോർത്തിണക്കിയാണ് റൺ ഇറ്റ് അപ്പ് എന്ന ഗാനരംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആയോധന കലകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രധാനമായും കളരിപ്പയറ്റ്, ഗരുഡൻ പറവ, കണ്ടനാർ കേളൻ തെയ്യം, വെള്ളാട്ടം, മഹാരാഷ്ട്രയിലെ ആയോധന കലയായ മർദാനി ഖേൽ, പഞ്ചാബി ആയോധന കലയായ ഗട്ക, മണിപ്പൂരി മാർഷൽ ആർട്ടായ തങ്ത എന്നിവയാണവ. ഈ നാടൻ കലാരൂപങ്ങളെ തിരഞ്ഞ് ലോകത്തെമ്പാടുമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഒന്നാമത്തേതാണ് കളരിപ്പയറ്റ്. കേരളത്തിൻ്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന് 3000-ൽ കൂടുതൽ വർഷം പ്രായമുണ്ടെന്നാണ് കരുതുന്നത്. കേരള സംസ്കാരവുമായി ഇഴപിരിയാനാകാത്ത ബന്ധം കളരിപ്പയറ്റിനുണ്ട്. ആയുധപ്രയോഗങ്ങളും വെറും കൈ മുറകളും മർമ്മവിദ്യകളും അടങ്ങുന്ന ചികിത്സാ രീതിയും അടങ്ങിയ ഒരു സമ്പൂർണ്ണ ആയോധന കലയാണ് കളരിപ്പയറ്റ്. രണ്ടാമത്തേതാണ് ഗരുഡൻ പറവ. മധ്യ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഗരുഡൻ പറവ. പുരാണ കഥയിലെ ഗരുഡൻ്റെ രൂപത്തിലാണ് കലാകാരൻ വേഷവിധാനം ചെയ്യുന്നത്. ഗരുഡനേതുപോലെ കുതിച്ചു ചാടിയും കറങ്ങിയും ശക്തമായി ചവിട്ടിയും ചെയ്യുന്ന നൃത്തം കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഗരുഡൻ തൂക്കും എന്ന കലയുമായി സാദൃശ്യമുള്ളതാണ് ഗരുഡൻ പറവ. അനന്തോപ്യ വത്സൻ എന്ന കലാകാരനാണ് റൺ ഇറ്റ് അപ്പ് എന്ന റാപ്പിനു വേണ്ടി അരങ്ങിലെത്തിയത്. മൂന്നാമത്തേത് കണ്ടനാർ കേളൻ തെയ്യമാണ്. ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന അനുഷ്ഠാന കലയാണ് തെയ്യക്കോലങ്ങൾ. അത്തരം തെയ്യക്കോലങ്ങളിലൊന്നാണ് കണ്ടനാർ കേളൻ തെയ്യം. കാട്ടുതീയിൽ അകപ്പെട്ട ഒരു യോദ്ധാവ് ദൈവപ്രീതി മൂലം അവിടെ നിന്നും രക്ഷപ്പെട്ടു വരുന്നതാണ് കണ്ടനാർ കേളൻ്റെ ഇതിവൃത്തം. കടുത്ത നിറങ്ങളുള്ള വേഷവിധാനത്തോടെ ചടുലമായ ചുവടുകൾ വെച്ച് നിറഞ്ഞാടുന്ന ഈ തെയ്യക്കോലം രാത്രികളിലാണ് കെട്ടിയാടുന്നത്. ആയോധന കലകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ ചുവടുകൾ. നാലാമത്തേതാണ് വെള്ളാട്ടം. സാക്ഷാൽ തെയ്യക്കോലത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന അനുഷ്ഠാന രൂപമാണ് വെള്ളാട്ടം. തെയ്യത്തെ അപേക്ഷിച്ച് വളരെ കുറച്ചു മാത്രം വേഷവിധാനമുള്ളതാണ് വെള്ളാട്ടം. തോറ്റംപാട്ടിൻ്റെ ഭാഗമായാണ് വെള്ളാട്ടം കൊട്ടിയാടുന്നത്. ചടുലമായ ചുവടുകൾ ഉള്ളതാണ് വെള്ളാട്ടക്കോലങ്ങൾ. അഞ്ചാമത്തേത് മർദാനി ഖേലാണ്. മഹാരാഷ്ട്രയിലെ ആയോധന കലയാണ് മർദാനി ഖേൽ. വിവിധ വടികളും വാളുകളും ഉപയോഗിച്ച് ചടുലമായ ചുവടുകളോടെ ചെയ്യുന്നതാണ് ഈ ആയോധന കല. ശിവാജി അടക്കമുള്ള രാജാക്കന്മാരുടെ ഇഷ്ടവിനോദമായിരുന്നു മർദാനി ഖേൽ എന്ന് പറയപ്പെടുന്നു. ആറാമത്തേതാണ് ഗട്ക. പരമ്പരാഗതമായി സിഖുകാർ അഭ്യസിച്ചു പോരുന്ന ആയോധന കലയാണ് ഗട്ക. വിവിധ തരം കായിക അഭ്യാസങ്ങളും വാൾ പയറ്റുകളും അടങ്ങിയതാണ് ഗട്ക. യുദ്ധഭൂമിയിൽ പിറവി കൊണ്ട ആയോധന കലയാണ് ഗട്കയെ കണക്കാക്കുന്നത്. പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ ഗട്ക പ്രദർശനം ഉണ്ടാകാറുണ്ട്. ആറാമത്തെ സിഖ് ഗുരുവായ ഗുരു ഹർഗോബിന്ദാണ് ഗട്കയുടെ ഉപജ്ഞാതാവ് എന്ന് കരുതപ്പെടുന്നു. അവസാനത്തേത് താങ്തയാണ്. ഗട്ക പോലെ തന്നെ ആയുധ പരിശീലന കലയാണ് താങ്ത. വാൾ, കുന്തം, കായികാഭ്യാസങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് താങ്ത. മണിപ്പൂറാണ് താങ്തയുടെ ജന്മദേശം. താങ്ത എന്ന വാക്കിനർത്ഥം വാളുകളുടെയും കുന്തത്തിൻ്റെയും കല എന്നാണ്. ശ്വാസക്രമത്തിനനുസരിച്ച് ശാരീരിക നീക്കങ്ങളെ നിയന്ത്രിക്കുന്ന വിദ്യ താങ്തയിൽ അടങ്ങിയിരിക്കുന്നു. ഇത്രയുമാണ് ഹനുമാൻ കൈൻഡിൻ്റെ റൺ ഇറ്റ് അപ്പ് എന്ന ഗാനരംഗത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.